ഞാനും നിച്ചു റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അബുദാബിയിലുള്ള ചിൽഡ്രൻസ് ലൈബ്രറിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ കാണുന്നതാണ് ലൈബ്രറി ബിൽഡിങ്. നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അബുദാബി ചിൽഡ്രൻസ് ലൈബ്രറി ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് അബുദാബി മെയിൻ സിറ്റി തന്നെയാണ് ഈ ഒരു ലൈബ്രറി വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സിറ്റിംഗ് ഏരിയാസാണ്. ഇവിടെ നമ്മൾ വിൻ്ററൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ ഡേറ്റ്സൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യണം. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ജസ്റ്റ് ഫോൺ നമ്പർ മാത്രം കൊടുത്താൽ മതി. നിച്ചുവിന് സ്റ്റെപ്പ് കയറി വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റെപ്പ് കയറി വന്ന് ലിഫ്റ്റിലാണെങ്കിലും നമുക്ക് വരാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. സെക്യൂരിറ്റീസ് ഒക്കെ ഇവിടെ നിൽപ്പുണ്ടാവും. 5250 സ്ക്വയർ മീറ്ററിലുള്ള ഒരു വിശാലമായ ലൈബ്രറിയാണ് ഇത്. അബുദാബി കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് 2019 സെപ്റ്റംബറിലാണ് ഇത് ആരംഭിച്ചത്. പേരൻസിനും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണിത്. കുട്ടികളുടെ ഏജ് അനുസരിച്ചാണ് കേട്ടോ അവർ ഓരോ സ്ഥലവും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് അണ്ടർ 6 ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ സേഫ്റ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുട്ടികളുടെ സേഫ്റ്റിക്ക് അനുസരിച്ചാണ് ഇവിടെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. നിശ്ചിതയെ അവിടെ നിന്ന് ഒരു ബുക്ക് എടുത്ത് ആനിമൽസിനെയൊക്കെ നോക്കുവാണേ. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഓരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ അങ്ങനെ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കളർ കോഡ് നോക്കി ബുക്ക് എടുക്കാം. കുട്ടികൾക്കൊക്കെ ഓടിക്കളിച്ച് നടക്കാൻ പറ്റിയൊരു ബിഗ് ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിശ്ചിതയെ അടുത്ത ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ബുക്സൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. അതിന് നമുക്ക് ഇവിടുത്തെ ഒരു മെമ്പർഷിപ്പ് മാത്രം എടുത്താൽ മതി. മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഫ്രണ്ട് ഡെസ്കിൽ സംസാരിച്ചാൽ മതി. അവരതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എംബ്രൈസ് ഐ ഡിയും പേരൻസിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ഇതിന് വേണ്ടത്. പിന്നെ അവരുടെ ഫ്രണ്ടിലൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവരുടെ വെബ്സൈറ്റിലോട്ട് പോകാം. ഇതൊക്കെ 2 years എബോ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. സ്വന്തമായിട്ട് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. പല ടൈപ്പുള്ള ബുക്കാണ്. സൗണ്ട് കേൾക്കുന്ന ബുക്ക്, ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ബുക്ക്, ഈ ആനിമൽസിൻ്റെയൊക്കെ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഭാഗമായിട്ട് കൊടുത്തിരിക്കും. ഇത് നിച്ചു എടുത്തേക്കുന്നുണ്ടോ? ഇതേപോലത്തെ ബുക്ക്, ചിക്ക്, ഷീപ്പ്, അങ്ങനെ പിക്ക്, ആനിമൽസിനെയൊക്കെ ടച്ച് ചെയ്യുമ്പം അവരെങ്ങനെ ഇരിക്കും എന്നൊരു ഫീല് കിട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതേ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഷെൽഫിൽ നിന്ന് ബുക്ക് എടുത്ത് എവിടെ വേണമെങ്കിലും പോയിരുന്ന് നമുക്ക് വായിക്കാം. കുട്ടികൾക്ക് കഥകളൊക്കെ വായിച്ചു കൊടുക്കാം. അതുപോലെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ചെറിയ ഹൗസാണിത്. ഇവിടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരൊരു ലൈബ്രറി കാർഡ് തരും. ആ കാർഡ് വെച്ച് നമുക്ക് കുട്ടികൾക്ക് ബുക്സൊക്കെ എടുത്തുകൊണ്ട് പോകാം വീട്ടിൽ. 21 days വരെ നമുക്ക് വീട്ടിൽ ബുക്ക് കീപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ റിട്ടേൺ ചെയ്യണം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ഈ ബുക്ക്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകേണ്ട, ഇവിടെ വരുമ്പോൾ വായിച്ചാൽ മതിയെങ്കിൽ ഇവിടെ വന്ന് വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതിന് മെമ്പർഷിപ്പ് ഒന്നും എടുക്കണ്ട. നിച്ചുവിനെ ഞാനിവിടെ ഒരു 11 month ആയപ്പോൾ തൊട്ട് കൊണ്ടുവരാൻ തുടങ്ങിയതാണ്.
ചെറിയൊരു മ്യൂസിയമാണ്. അതിൻ്റെ ഫ്രണ്ടാണ് നിങ്ങളെ കാണുന്നത്. ഇതൊക്കെ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ആനിമൽസാണ്. ടൈഗർ, റാബിറ്റ്, ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. കുട്ടികളെ കൊണ്ട് തന്നെ അവരുണ്ടാക്കുന്നതാണ്. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട്. നമുക്ക് ഇൻസൈഡിലേക്ക് കയറാം, അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇത് കണ്ടില്ലേ, ജിറാഫ്, അതിനൊക്കെ തൊട്ട് നോക്കുകയാണ്. പിന്നെ ചെറിയ ഇൻസെക്ട്സിൻ്റെ ഒക്കെ മോഡൽസ് അവരവിടെ ഡ്രോയറിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്വന്തമായിട്ട് അവർക്ക് ഓപ്പൺ ചെയ്ത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. രണ്ട് അക്വേറിയം ഉണ്ട്, അതിൽ കുറേ ഫിഷസൊക്കെ ഉണ്ട്. ഇതുണ്ട് നമ്മുടെ കടലിൻ്റെ അടിയിൽ കാണുന്ന കുറച്ച് പ്ലാന്റ്സ്, അങ്ങനത്തെ തോന്നുന്നു, അതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞൻ ടർട്ടിലാണ്. 2 പേരുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരും. കണ്ടോ, വളരെ കുഞ്ഞാണ്, ക്യൂട്ടാണ് കാണാനായിട്ട്. നിശ്ചിത എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു റിലാക്സേഷൻ കിട്ടും. മസ്റ്റ് ട്രൈ പ്ലേസ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് ഇവിടെ എൻജോയ് ചെയ്യും. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈബ്രറിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ട് കേട്ടോ. നിശ്ചിതേണ്ട വലിയൊരു ടെഡി ബിയറിനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചില ആനിമൽസിൻ്റെ ഒക്കെ അത് ഇങ്ങനെ സ്കെൽറ്റൻ കൊടുത്തിട്ടുണ്ട്. ഡൈനോസർ, പിന്നെ ആണെങ്കിൽ ഒരു ഈഗിള്, പിന്നെയുള്ളത് ഇതേ ബാറ്റ്മാനാണ്. ബാറ്റ്മാൻ അല്ല കേട്ടോ, ബാറ്റിൻ്റെ ഒരു സ്കെൽറ്റൻ. പിന്നെ അതേ കോക്രോച്ചിൻ്റേത്, പിന്നെ ഫ്ലൈയുടെ ലൈഫ് സൈക്കിള്, ഹണി ബീയുടെ ലൈഫ് സൈക്കിള്, പിന്നെ സിൽക്ക് വേമിൻ്റെ ലൈഫ് സൈക്കിള്, അങ്ങനെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് ബുക്ക് മൗണ്ടൻ. ഇവിടെ ആണ് പല ഷോസും സ്റ്റോറീസ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡാൻസ്, ഇതൊക്കെ നടത്തുന്നത്. അവരുടെ ഷോ ടൈമിങ്സ് അവർ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ബുക്സും റീഡ് ചെയ്യാം. ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറിപ്പോയ 2nd ഫ്ലോറാണ്. ഇത് വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്, എങ്കിലും നമുക്ക് കുഞ്ഞു കുട്ടികളെ ഇവിടെ കയറ്റാം. ഉണ്ടോ, ഒരു ബിഗ് ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ബിഗ് ചെസ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിന്നുകൊണ്ട് ഇതിൽ കയറി നിന്ന് കളിക്കാം. ഇവിടെ പേരൻസും കുട്ടികളും ഒക്കെ ചേർന്ന് നിന്ന് കളിക്കാറുണ്ട്. നിച്ചൂര് കളിക്കാൻ അറിയത്തില്ലെങ്കിൽ അവൾ അതൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുക. ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ ഗെയിം ചെയ്യാനായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ വലിയ കുട്ടികൾ ഗെയിം കളിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ആനിമേഷൻ സോണ്. ഇവിടെ നമുക്ക് ആനിമേഷൻസ് ഒക്കെ ചെയ്യാം. അതേപ്പറ്റി പഠിക്കുന്നവരൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും.
ഇതൊക്കെ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. ഇങ്ങനെ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഇവർ ഓരോ ഏരിയ പാർട്ടീഷൻ ചെയ്തത് ഇതേപോലെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയൊക്കെ വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ടാവേ. അപ്പോഴൊക്കെ ഇവർ നമ്മുടെ കുട്ടികളെ വിളിക്കും. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വിളിക്കും, ഒരു ബെല്ല് റിങ് ചെയ്യും, ആക്ടിവിറ്റി ടൈം എന്ന് പറയും. ഇത് ബുക്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. നമ്മുടെ ഈ അരുവിയുടെ സൈഡിലൊക്കെ ഇരുന്ന് ബുക്ക് റീഡ് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു ഇതാണ്. ഇതൊരു ചെറിയ ഹൗസും ട്രീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മ്യൂസിക്കും ഉണ്ട്. നമ്മുടെ ഈ അരുവിയിൽ നിന്നുള്ള വെള്ളം വരുന്നതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നിശ്ചിത മരത്തെ പോയി ലെമണൊക്കെ പറിച്ചെടുത്ത് കേട്ടോ. ഇതൊക്കെ മറ്റേ ആർട്ടിഫിഷ്യൽ ലെമണാണ്. ഇത് അതിൻ്റെ മറ്റൊരു സൈഡാണ്. ഇവിടെ ABCD ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ തൂങ്ങിയാടാം. അതിന് വേണ്ടിയിട്ട് ഒരു കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറൊക്കെ നല്ല ടൈറ്റാണ്, നല്ല സേഫ്റ്റിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, നല്ല ടൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിശ്ചയം അതിൽ ഒന്ന് ആടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ആടാറായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആട്ടുവാണേ. പിന്നെ പുറകെ കാണുന്നത് സ്റ്റോറി ഹൗസാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോറീസ് ഇങ്ങനെ അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ പല കളേഴ്സും വരും കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ അങ്ങനത്തെ റെയിൻബോ കളേഴ്സ് ആയിരിക്കും വരുന്നത്. കണ്ടോ, നീച്ച് പ്രസ് ചെയ്തപ്പോൾ കളർ മാറിയത് കണ്ടോ. ഉള്ളിൽ സ്റ്റോറിയും കേൾക്കാവേ. പിന്നെ ദേ ഒരു കാറിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാറിൻ്റെ പുറകിലൊക്കെ ഇത് നമുക്ക് വായിക്കാം. ഇവിടുത്തെ ടൈമിങ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ പല കളേഴ്സിലുള്ള ബ്ലോക്സ് ഉണ്ട്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമേ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് വിശക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നേഴ്സിംഗ് റൂമുണ്ട്. നമ്മളിങ്ങനെ പബ്ലിക്കായിട്ടിരുന്നല്ല അവർക്ക് ഫുഡ് കൊടുക്കുക. അത് ഈ റൂംസിൽ നമുക്ക് കയറി ഫീഡൊക്കെ കൊടുക്കാം. ഈ ഒരു ഏരിയയിലെ കുട്ടികളെ കൊണ്ട് ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക്, പെയിൻറ്റിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യിക്കും. ഇതാ ഡ്യൂൺസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആയപ്പോൾ ഒരു ജീപ്പ് കണ്ടോ. നിശ്ചയം അതിൽ കയറിയിട്ടുണ്ട്. സ്റ്റിയറിങ്ങൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. അതിലിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. പിന്നെ ശരിക്കും ഒരു ജീപ്പ് പോലെ തന്നെ അതേ മോഡലിലാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. നിച്ച് വീണ്ടും ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് ബുക്കാണ്. ഇങ്ങനത്തെ ബുക്കൊക്കെയാണ് ഒരു 2 ഇയർ എബോവ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബുക്ക്. ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലൈവ് പ്ലാന്റ്സ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ വന്ന് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതേ നമ്മൾ ലൈബ്രറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇവരൊരു ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ളൊരു തീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ LCD സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഓരോ ഫോറസ്റ്റിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം വേഗം. ഇപ്പോൾ UAE സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയി കളിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരു ദിവസം വരാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലേസാണ് കേട്ടോ ഇത്.
അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് സ്നാക്സ് ജ്യൂസൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതിനൊരു ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിൻഡോസ് ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിച്ച് ഇറങ്ങി ലൈബ്രറിയിൽ നിന്ന്. ഇനിയുണ്ട് അവിടെ കാണാനായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് കാണാൻ. ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല ബിക്കോസ് വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്.